ഹായ്, മോർണിംഗ് സ്റ്റോറീസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. വൈകി വിടരുന്ന നിശാഗന്ധികൾ എന്നാണ് നമ്മുടെ ഇന്നത്തെ കഥയുടെ പേര്. 1800കളുടെ അവസാനത്തിൽ അമേരിക്കയിലെ സ്വർണ്ണഖനികളിലേക്ക് നിക്ഷേപകർ ഒഴുകിയെത്തി. കൊളറാഡോ സ്വർണ്ണഖനിയിലേക്കാണ് നിക്ഷേപകർ ഒഴുകിയെത്തിയത്. RU ഡാർബി എന്ന ആളും അദ്ദേഹത്തിന്റെ അമ്മാവനും ചേർന്ന് അവിടെ ഭൂമി വാങ്ങി സ്വർണ്ണ ഖനി ഖനനം ചെയ്തു തുടങ്ങി. വലിയ വിലപിടിപ്പുള്ള ഡ്രില്ലിംഗ് മെഷീനുകൾ ഉപയോഗിച്ചാണ് ഖനനം നടത്തിയിരുന്നത്. മാസങ്ങളോളം ഖനനം ചെയ്തിട്ടും അവർക്ക് വളരെ കുറച്ചു മാത്രമേ സ്വർണം ലഭിച്ചുള്ളൂ. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും ഖനനം ചെയ്ത് കിട്ടുന്ന സ്വർണത്തിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വന്നു. ഇനിയും ഖനനം ആരംഭിച്ചാൽ അല്ലെങ്കിൽ തുടർന്നു പോയാൽ നഷ്ടം വരുമെന്ന് അവർക്ക് തോന്നി തുടങ്ങി. തങ്ങളുടെ ശ്രമങ്ങൾ പാളിപ്പോയി എന്ന സങ്കടത്തിലും നിരാശയിലും വലിയ വില കൊടുത്ത് വാങ്ങിച്ച ഡ്രില്ലിംഗ് ഉപകരണങ്ങൾ അവിടെ തന്നെയുള്ള പഴയ സാമഗ്രികൾ എടുക്കുന്ന കടയിൽ അവർ വിറ്റു. എന്നിട്ട് അവിടം ഉപേക്ഷിച്ച് പോയി. ആ ഉപകരണങ്ങൾ പഴയ വിലക്കെടുത്ത ആ വ്യക്തി ചില സാധ്യതകൾ മുന്നിൽ കണ്ട് അവിടെ തന്നെയുള്ള ഒരു എഞ്ചിനീയറുടെ ഉപദേശം തേടി. ആ എഞ്ചിനീയറുടെ ഉപദേശങ്ങളും ഒപ്പം തന്നെ വിദഗ്ധ പരിശോധനയിലും ഡാർബിയും അമ്മാവനും കുടിച്ച് നിർത്തിവെച്ച ആ സ്ഥലത്തു നിന്നും വെറും 3 അടി താഴ്ചയിൽ സ്വർണം ഉണ്ടെന്ന്, വെറും സ്വർണമല്ല, സ്വർണത്തിന്റെ ഒരു കടൽ തന്നെ ഉണ്ടെന്ന് ആ വ്യക്തി, അതായത് ഉപകരണങ്ങൾ വാങ്ങിച്ച വ്യക്തി മനസ്സിലാക്കി. അങ്ങനെ ഉപകരണങ്ങൾ വാങ്ങിയ ആ വ്യക്തി വളരെ ആവേശപൂർവം ഖനനം ആരംഭിച്ചു. വെറും 3 അടി താഴ്ത്തിയപ്പോൾ തന്നെ സ്വർണത്തിന്റെ വലിയൊരു ശേഖരം കണ്ടെത്തി. കുറഞ്ഞ കാലം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം അയാൾ അവിടെ നിന്നും കുഴിച്ചെടുത്തു. ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥ. പ്രതിസന്ധി ഘട്ടങ്ങളിലും പരാജയങ്ങളിലും ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് എന്നാണ് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിജയം വേഗത്തിലോ എളുപ്പവഴിയിലോ ലഭിക്കില്ലെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നാളെ ഒരു പുതിയ കഥയുമായി കാണാം. ഓക്കെ, ബൈ.